ഇന്ന് നമ്മളപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ബജാജ് ഫ്രീഡം മോട്ടോർ സൈക്കിൾ ദ വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു LED യൂണിറ്റ് ആണ് ഉപയോഗിച്ചത്. ഒരു കുട്ടി ഹെഡ്ലൈറ്റാണ്, വലിയ വെട്ടം ഉണ്ടാവുമെന്ന് അറിയാം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെലിസ്കോപ്പിക്, ഒരു കുട്ടി ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു കവറിങ് കണ്ട ഫ്രീഡം ബ്രാൻഡിങ്ങിൽ ഒരു കവറിങ് വരെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസ്ക് വേരിയൻറ്റിന് ഡ്രം വേരിയൻറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ കാലിപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്സിയൽ ടൈപ്പ് കാലിപ്പറ, റബ്ബർ ബ്രേക്ക് ലൈൻസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ബ്രേക്ക് ലൈൻസ് അല്ല, നോർമൽ ബ്രേക്ക് ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി CNG ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത് CNGയുടെ ലെവൽ അറിയാൻ വേണ്ടിയുള്ള ഒരു ഗേജും കൊടുത്തിട്ടുണ്ട്. kg/cm³ ഒരു ഗേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ കണ്ട ഒരു നോർമൽ ടൈപ്പ് ഹാൻഡിൽ ബാർ കൊടുത്തേക്കുക, പക്ഷേ അതിന് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ബാർ കണക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീൽ ഹാൻഡിൽ ബാർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ബൈ ഫ്യൂവൽ വെഹിക്കിളാണ് എന്ന് പറഞ്ഞാൽ 2 kg പെട്രോൾ ടാങ്ക് ഉണ്ട്. ഈ സീറ്റിൻ്റെ അടിയിൽ ഒരു 2 kg CNG ടാങ്കും കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ദ ഗോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റാൻ വേണ്ടിയുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. കണ്ട ഇത് പെട്രോൾ മോഡാണ്, ഇത് CNG മോഡാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് ഞാൻ കാണിച്ചത് 2 സെയിം സ്ഥലത്താണ് ചെയ്യുന്നത്. കണ്ട ഇത് പെട്രോൾ ടാങ്കാണ്, ഇതിലൂടെയാണ് CNG ഫില്ല് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുക, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ റിവേഴ്സ് LCD ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. CNGയുടെ ലെവൽ ഇത് നോക്കി തന്നെ മനസ്സിലാക്കുക, ഇത് പെട്രോളിൻ്റെ ലെവലാണ് കേട്ടോ. കണ്ട സൈഡ് സ്റ്റാൻഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, ടൈം എല്ലാം കൊടുത്ത് ഒരു കുട്ടി ഡിസ്പ്ലേ. മാത്രമല്ല CNGയുടെ ഒരു റിസർവ് വാർണിംഗ് വരെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് കൊള്ളാലേ. കണ്ട ചെക്ക് എഞ്ചിൻ ലൈൻ പോയിട്ട് വണ്ടി ഓണാക്കിയാലേ പോവുള്ളൂ. കിൽ സ്വിച്ച് ഇല്ല, അതൊരു പ്രശ്നം. പിന്നെ അതേ കണ്ടില്ലേ ഇതൊരു USB ചാർജിങ് വരെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് ആണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും USB ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്സ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക്. ഇതൊരു കുട്ടി നവി പോലെയില്ല, ഇതിൻ്റെ ലുക്സ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടോ. പ്രോപ്പറായിട്ട് അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ലെങ്ത്താണ്. 785 mm ആണ് ഇതിൻ്റെ സീറ്റ് ലെങ്ത്ത് വരുന്നത്. 2 പേർക്ക് കംഫർട്ടബിളി ഇരിക്കുക. 2 പേർക്ക് മാത്രമല്ല, എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യട്ടോ. ഇതിൻ്റെ മോഡൽ നിങ്ങൾക്ക് NG04 കണ്ട നാച്ചുറൽ ഗ്യാസ് 04 എന്ന് പറഞ്ഞാൽ 2 kg ഓഫ് പെട്രോൾ 2 kg ഓഫ് ഈ നാച്ചുറൽ ഗ്യാസ് ആണെന്നോ ആ മോഡൽ വേരിയൻ്റ് ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗണിൽ ഈ NG04 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഹൈലൈറ്റ് പറയാനുള്ളത് ഇതൊരു ട്രെലിസ് ഫ്രെയിമാണ്. KTMസിലൊക്കെ കണ്ടുവരുന്ന പോലെ ഒരു സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമാണ്. 2 സ്റ്റീൽ ട്യൂബുലർ പോയിട്ടുണ്ട്, 2 സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിംസാണ് പോയത്. അതിന് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ട്രയാങ്കുലർ ലാറ്റിസസ് കൊടുത്തേക്കുന്ന കണ്ടില്ലേ, അത് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി. ഇത് കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് ഈ CNG ടാങ്ക് കൊടുത്തത്. അതിന് പ്രൊട്ടക്ഷൻ കിട്ടാനും അതേപോലെ ഈ എൻജിൻ മൗണ്ട് ചെയ്യാനും എല്ലാത്തിനും കൂടി കോമ്പാക്ട് പാക്കേജാണ് ഈ ട്രെലിസ് ഫ്രെയിം. അതിനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ കാണാത്ത മോണോ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇത് ലിങ്ക്ഡ് ടൈപ്പാണ്. കണ്ടില്ല ഒരു ലിങ്കേജ് പ്രൊവൈഡ് ചെയ്ത്, അപ്പോൾ ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ കൊടുക്കാൻ പറ്റും, സീറ്റായിട്ട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ CNG ടാങ്ക് കൊടുത്തുകൊണ്ട് പ്രശ്നമുണ്ട്. ഞാൻ ഇരുന്ന് കാണിച്ചുതരാം. ഇതിൻ്റെ സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ്, 825 mm ആണ്. പക്ഷേ ഞാൻ വെക്കുന്നത് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ഷോർട്ടർ റൈഡേഴ്സാണ് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ സീറ്റ് നാരോ, അതുകൊണ്ട് കുറച്ചുകൂടി കാലൊക്കെ ക്ലോസ് ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ എന്നാലും കുറച്ച് ഷോർട്ടർ റൈഡേഴ്സാണെങ്കിൽ ഇതെന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മേടിക്കുക. ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 90/80/17 സെക്ഷൻ ടയറാണ്. ബാക്കിൽ ഒരു 16" 120/70 സെക്ഷൻ ടയറാണ് കേട്ടോ. 16" ടയറാണ്. ഈ ടയറിൻ്റെ അവൈലബിലിറ്റിയൊക്കെ നമ്മൾ ശരിക്കും അന്വേഷിക്കണം കേട്ടോ. കാരണം 16" സെലക്ഷൻ കുറവാണ്, പ്രോപ്പർ സൈസ് ടയേഴ്സ് കിട്ടാറില്ല. ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സീറ്റായിട്ട് കുറയ്ക്കാൻ വേണ്ടി, എല്ലാവർക്കും വൈഡ്ലി ആക്സസിബിൾ ആകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ബജാജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു എയർ കൂൾഡ് 125cc എഞ്ചിനാണ്. 9.7 ഹോഴ്സ് പവർ, 9.5 Nm ഓഫ് ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന എഞ്ചിനാട്ടോ. ഇത് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കിക്ക് സ്റ്റാർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ തരം ആൾക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി, വൈഡ് വെറൈറ്റി ഓഫ് റീജിയൻസിലാണെങ്കിൽ എവിടെ പോയാലും യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ മിക്കവർക്കുള്ള സംശയമായിരിക്കും ഈ CNGയുടെ ഫ്യൂൽ എക്കോണമി എത്ര കിട്ടുമെന്ന്. 102 km/kg 2 kg ഉണ്ട്, അപ്പോൾ ഏകദേശം 200 km ഓൺ CNG മാത്രം കിട്ടും. പിന്നെ 65 km ടു ദ ലിറ്റർ ആണ് ഇതിൻ്റെ പെട്രോളിൻ്റെ ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. ഭയങ്കര ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൂടി. നിങ്ങൾക്ക് കുറേ കിലോമീറ്റേഴ്സ് കമ്മ്യൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. റിയർ LED ടെയിൽ ലൈറ്റ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു
സിംഗിൾ സൈഡറാണ് അല്ല ഡബിൾ സൈഡറായിട്ട് ടയർ ഹഗർ എല്ലാം പ്രൊവൈഡ്. ഇവിടെ CNG സ്റ്റിക്കറുണ്ട്. ഇതൊക്കെ ഫ്രീഡം കേട്ടോ, ഇത് ഈ വണ്ടിക്ക് കൊടുത്തേക്കും കേട്ടോ. പിന്നത്തെ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഇതിൻ്റെ പ്രൈസ് ഡ്രം വേനെ സ്റ്റാർട്ട് ചെയ്യാൻ 95,000 എക്സ് ഷോറൂം പ്രൈസ് ആണ് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് 1,20,000 താഴെ ഈ വണ്ടി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഓപ്ഷൻ. ഇറ്റ് ലുക്സ് ഗുഡ്. പല കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. മാത്രമല്ല എനിക്ക് പേഴ്സണലി ഇത് കൊള്ളാട്ടോ, കാണാനൊക്കെ കൊള്ളാം. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ, ട്രെയിൽസ് ഫ്രെയിം ആണെങ്കിൽ, ഇതിൻ്റെ മെക്കാനിക്സ് ആണെങ്കിൽ, സെറ്റപ്പ് ഒക്കെ കൊള്ളാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കമൻറ്റ് ഡൗൺ ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ.